ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. നാം ഇപ്പോൾ ഫോക്കസ് ഏരിയയുടെ ക്വിക്ക് റിവിഷൻ വീഡിയോയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. 4 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞു അല്ലേ? 4 വീഡിയോ ആയിട്ട് നൽകിക്കഴിഞ്ഞു. ഇന്ന് നാം പഠിക്കുന്നത് 5ാമത്തെ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഈ ക്വിക്ക് റിവിഷൻ വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്കറിയായിരിക്കും. അതായത് നിങ്ങൾക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതുവരെയും ഒന്നും പഠിക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പായിട്ടും നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. അത്രയ്ക്കധികം വളരെ സിമ്പിളായിട്ടാണ് നിങ്ങൾക്ക് അതിനകത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും നോട്ട് തന്നിട്ടുണ്ട്. അതോടൊപ്പം വളരെ സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞു തരുന്നുണ്ട്. ഏതൊരു കുഞ്ഞുവാവയ്ക്കും മനസ്സിലാകത്തക്ക രീതിയിലാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, റെഡിയാണല്ലോ അല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ചാപ്റ്റർ 5 ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇന്ന് പഠിക്കാനായി പോകുന്ന ഭാഗങ്ങൾ ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് ക്ലാസിഫിക്കേഷൻസ്, ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 സിമ്പിൾസ്, മോഡുലസ് ഓപ്പറേറ്റർ. ആദ്യമായിട്ട് ഫണ്ടമെന്റൽ ഡാറ്റ ടൈപ്സ് നമുക്ക് നോക്കാം. അതിന് വേറെ 2 പേരുകൂടെ പഠിക്കുക. ബിൽറ്റ് ഇൻ ഡാറ്റ ടൈപ്പ് അല്ലെങ്കിൽ ബേസിക് ഡാറ്റ ടൈപ്സ്. അത് 5 എണ്ണമാണുള്ളത്. ഇൻറ്റ്, ചാർ, ഫ്ലോട്ട്, ഡബിൾ, വോയിഡ് പഠിച്ചല്ലോ. അപ്പോൾ ഓരോന്നിൻ്റെ സൈസ് പഠിക്കണം. സൈസ് ഇൻറ്റ് ആണെങ്കിൽ 4 ബൈറ്റ്സ്, ചാർ 1 ബൈറ്റ്, ഫ്ലോട്ട് 4 ബൈറ്റ്സ്, ഡബിൾ 8 ബൈറ്റ്സ്, വോയിഡ് 0 ബൈറ്റ്സ്. അത് ഇൻറ്റ് എന്ന് പറയുമ്പോൾ ഏത് റെപ്രസെൻറ്റേറ്റ് ചെയ്യുക? ഇൻറ്റിജറിനെ. ചാറ് ക്യാരക്ടർ, ഫ്ലോട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, ഡബിൾ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ, വോയിഡ് എന്ന് പറയുമ്പോൾ നൾ ഡാറ്റ അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ വാല്യൂലെസ് ഡാറ്റ. അപ്പോൾ ഇതൊക്കെ മിക്കവാറും ചോദിക്കുന്നതാണ്. വോയിഡ് എന്ന് പറയുമ്പോൾ അതിന് എത്ര സൈസ് എന്ന് ഓർക്കണം? 0 ബൈറ്റ്സ്. അത് അല്ലെങ്കിൽ നൾ ഡാറ്റ റെപ്രസെൻറ്റേറ്റ് ആയ ഏത് ഡാറ്റ ടൈപ്പ് ഉപയോഗിക്കുക എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ വോയിഡ്. അപ്പോൾ ഈ വാക്കുകളൊക്കെ പ്രധാനമാണ്, പഠിക്കണം. ഓക്കെ. Based on number of operands required for the operation, operators are classified into 3. They are unary, binary and ternary. അപ്പോൾ നമ്പർ ഓഫ് ഓപ്പറൻസ് അനുസരിച്ച് ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒരു ഓപ്പറേഷനിൽ എത്ര നമ്പർ ഓഫ് ഓപ്പറൻസ് ഉണ്ടോ അതിനനുസരിച്ച് നമുക്ക് ഓപ്പറേറ്റേഴ്സിനെ 3ആയിട്ട് തിരിക്കാം. യൂണറി, ബൈനറി ആൻഡ് ടെർണറി. യൂണറി എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ആയിരിക്കും? 1 ഓപ്പറൻ്റ് ആയിരിക്കും. ബൈനറിയിൽ 2 ഓപ്പറൻസ്, ടെർണറിയിൽ 3 ഓപ്പറൻസ്. മനസ്സിലായല്ലോ? യൂണറിക്ക് എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. യൂണറി പ്ലസും യൂണറി മൈനസും. ബൈനറിക്കാണെങ്കിൽ പ്ലസ്, മൈനസ്, ആസ്റ്റിക്, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. ടെർണറിക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഇത് എങ്ങനെയാണ് ഇടുന്നത്? ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കോളൻ. പഠിച്ചല്ലോ. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ബട്ടൺ ഓർക്കുക, BUT. അപ്പോൾ ഇത് കിട്ടും. അടുത്തത് ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ, ഓപ്പറേറ്റേഴ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അത് നേച്ചർ ഓഫ് ഓപ്പറേഷൻ അനുസരിച്ച് ഈ 5 രീതിയിൽ നമുക്ക് പ്രധാനമായിട്ടും ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇത് ഓർക്കാനായിട്ട് ഈ ടിപ്സ് ഓർക്കുക. അരിത്ത് റിലേക്ക് ലോഗും കൊണ്ട് പോയി. IO അസൈൻമെൻറ്റ് എഴുതിയില്ല. അപ്പോൾ അരിത്ത്, റിലേ, ലോഗ്, IO ഇൻപുട്ട് ഔട്ട്പുട്ട്, അസൈൻമെൻറ്റ് എഴുതിയില്ല. അപ്പോൾ ഈ പേരുകൾ കിട്ടും. ഓക്കെ, ഈ ടിപ്സ് മനസ്സിൽ ഓർക്കാനാണ്, പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കരുത്. അടുത്തത് ഇതിൽ നിന്നും ചില ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ 6 കാര്യങ്ങൾ പഠിക്കുമ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും 1-2 ക്വസ്റ്റ്യൻസ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. പഠിക്കുക. അപ്പോൾ കുഞ്ഞ് സെൻറ്റൻസിലാണ് തന്നിരിക്കുന്നത്, പഠിക്കുക. അപ്പോൾ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു പെർഫോം അരിത്തമാറ്റിക് ഓപ്പറേഷൻസ്. അരിത്തമാറ്റിക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് നിങ്ങൾക്കറിയാമല്ലോ. അരിത്തമാറ്റിക് കാൽക്കുലേഷനൊക്കെ ഉപയോഗിക്കുന്നത് പ്ലസ്, മൈനസ്, ആസ്റ്റിക്, ഡിവിഷൻ, മോഡുലസ് ഓപ്പറേറ്റർ. അപ്പോൾ ഇതുപോലെ അരിത്തമാറ്റിക് ഓപ്പറേറ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ ഇതുപോലെ എഴുതുക. മനസ്സിലാവണം? അതിൻ്റെ യൂസും ഓപ്പറേറ്റേഴ്സും. ദീസ് ആർ ബൈനറി ഓപ്പറേറ്റേഴ്സ് എന്ന് എഴുതുക. അടുത്ത റിലേഷണൽ ഓപ്പറേറ്ററോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കമ്പയർ 2 വാല്യൂസ്. 2 വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ, താരതമ്യം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം A ഗ്രേറ്റർ ദാൻ B ആണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ 2 ഗ്രേറ്റർ ദാൻ 3 ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? ട്രൂ അല്ലെങ്കിൽ ഫാൾസ്, അല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 0 റിസൾട്ട്. അപ്പോൾ ഇത് രണ്ടും ദീസ് ആർ ബൈനറി ഓപ്പറേറ്റേഴ്സാണ്.
അപ്പോൾ ഇവിടെയും ബൈനറി ഓപ്പറേറ്ററാണ്, ഇതും ബൈനറി ഓപ്പറേറ്ററാണ്. നോക്കൂ, അതിനകത്ത് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, രണ്ട് ഈക്വൽ ടു, പിന്നെ കണ്ടോ ഡബിൾ ഈക്വൽ ടു, പിന്നെ നോട്ട് ഈക്വൽ ടു. ഇതൊക്കെയാണ് അവിടെ ഉള്ളത് ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? ആൻഡ് എഴുതുന്നത് ഇങ്ങനെയാണ്, രണ്ട് ആമ്പസിൻ്റെ സിമ്പൽ. ഇത് ഓറിൻ്റെ സിമ്പലാണ്, ഇത് നോട്ടിൻ്റെ സിമ്പലാണ്. കണ്ടോ നോട്ടിൻ്റെ സിമ്പൽ. അപ്പോൾ ആൻഡ് ഓർ നോട്ട് അറിയാമല്ലോ. അപ്പോൾ ഇവിടെ ആൻഡും ഓറും ബൈനറി ഓപ്പറേറ്റേഴ്സാണ്. നോട്ട് എന്ന് പറയുന്നത് യൂണറി ഓപ്പറേറ്റർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നോട്ട് വന്നിട്ട് യൂണറി ഓപ്പറേറ്ററാണ്, അതിനകത്ത് ഒരു ഓപ്പറൻ്റേ ഉള്ളൂ. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത്? രണ്ട് റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്, യോജിപ്പിക്കാൻ വേണ്ടി. രണ്ട് റിലേഷണൽ എക്സ്പ്രഷൻസിനെ കമ്പൈൻ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസറും റിസൾട്ടും എന്താണ്? ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ട്രൂവിന് നമുക്ക് 1 എന്നും ഫാൾസിന് 0 എന്നും കൊടുക്കാം. അടുത്ത ഇൻപുട്ട് ഓപ്പറേറ്റർ എന്താണ്? ഇൻപുട്ട് ഓപ്പറേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതിങ്ങനെ എക്സ്ട്രാക്ഷൻ സിമ്പിളാണ് ഉപയോഗിക്കുന്നത്. എക്സ്ട്രാക്ഷൻ എന്താണ്? ഇത് എങ്ങനെയാണ് ഇടുന്നത്? ഇതിൻ്റെ പേരെന്താണ്? എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഗെറ്റ് ഫ്രം ഓപ്പറേറ്റർ. ഈ പേരൊക്കെ പഠിക്കണം, ചോദിക്കും. എക്സ്ട്രാക്ഷൻ കണ്ടോ, തെറ്റരുത്. എക്സ്ട്രാ എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, എക്സ്ട്രാ ക്ലാസ് എന്നൊക്കെ, എന്തെങ്കിലും വർക്ക് എക്സ്ട്രാക്ഷൻ. അപ്പോൾ ഇത് വാതുറന്ന് നമ്മൾ പറയും കണ്ടോ, വാതുറന്നല്ല എക്സ്ട്രാ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓർക്കണേ. എടുത്തത് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ രണ്ട് ലെസ് ദാൻ സിമ്പിളാണ്. അതിന് പറയുന്ന പേര് ഇൻസേർഷൻ അല്ലെങ്കിൽ പുട്ടിറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്ററിന് ഇൻസേർഷൻ ഓപ്പറേറ്റർ എന്ന് എഴുതരുത്, ഇൻപുട്ട് ഓപ്പറേറ്ററിന് എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ. പേര് പഠിക്കണേ. ഔട്ട്പുട്ട് ഓപ്പറേറ്ററിന് ഇൻസേർഷൻ ഓപ്പറേറ്റർ. അതിങ്ങനെ രണ്ട് ലെസ് ദാൻ സിമ്പിളാണ് ഇടുന്നത്. അടുത്തത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. കണ്ടോ, ഈക്വൽ ടു എന്നുള്ള സിമ്പിളാണ്. ഇത് ബൈനറി ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇവിടെ എല്ലാം ബൈനറി ഓപ്പറേറ്ററൊക്കെ നോക്കി വയ്ക്കണം ഏതൊക്കെയാണെന്ന്. ഇറ്റ് അസൈൻസ് എ വാല്യൂ ടു എ വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളിന് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എ ഈക്വൽ ടു 3 എന്നൊക്കെ പറയില്ലേ, അതാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അതിൻ്റെ മലയാളത്തിൽ ഇതുപോലെ തന്നിട്ടുണ്ട്. ഇത് വേണമെന്നുള്ളവർക്ക് ഇത് പഠിക്കാം. ഓക്കെ. ഇനി ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു സിമ്പിൾസ്. ഇവിടെ 2 ഈക്വൽ ടു വന്നു, ഇവിടെ 1 ഈക്വൽ ടു വന്നു. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഈ സ്റ്റാറൊക്കെ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ഈക്വൽ ടു വരുമ്പം ഇറ്റ് കമ്പയർസ് 2 വാല്യൂസ്. 2 വാല്യൂസിനെ താരതമ്യം ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെയോ ഇത് ഇറ്റ് അസൈൻസ് എ വാല്യൂ ടു എ വേരിയബിൾ. ഇത് ഒരു വേരിയബിളിന് ഒരു വാല്യൂ നൽകാൻ ഉപയോഗിക്കുന്നു. ഇറ്റ് ഈസ് എ റിലേഷണൽ ഓപ്പറേറ്റർ. 2 ഈക്വൽ ടു വന്നപ്പോൾ. ഇതാണെങ്കിലോ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇവിടെ ഒരു എക്സാമ്പിളിലൂടെ കാണിക്കുക. ഇപ്പോൾ ബി ഈക്വൽ ടു 10 എന്ന് പറയുമ്പോൾ ഇറ്റ് ടെസ്റ്റ് വെദർ ബി ഈസ് ഈക്വൽ ടു 10. ഈ ബി എന്നുള്ളത് 10ന് ഈക്വൽ ആണോ തുല്യമാണോ എന്ന് ടെസ്റ്റ് ചെയ്യുകയാണ്, പരിശോധിക്കുന്നു. ഇവിടെ ആണെങ്കിലോ ബി ഈക്വൽ ടു 10. ഇറ്റ് അസൈൻസ് ബി ടു 10 ടു ബി. ബിക്ക് 10 എന്ന മൂല്യം ഇവിടെ നൽകുന്നു. ഓക്കെ. അടുത്ത് മോഡുലസ് ഓപ്പറേറ്റർ. അപ്പോൾ മോഡുലസ് ഓപ്പറേറ്റർ ഏതാണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ. ഈ പെർസെൻറ്റേജിൻ്റെ ഈ സിമ്പൽ പോലത്തെ കൊടുക്കണം. ഇതിനെ മോഡ് ഓപ്പറേറ്റർ എന്നും പറയും. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നത്? റിമൈൻഡർ കാണാൻ. റിമൈൻഡർ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, സിസ്റ്റം കാണാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ദ സൈൻ ഓഫ് ദ റിസൾട്ട് ഈസ് ദ സൈൻ ഓഫ് ഫസ്റ്റ് ഓപ്പറൻറ്റ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കുറേ പ്രോബ്ലംസ് തരെയാണ്. ഇതുപോലെ പ്രോബ്ലംസ് ചോദിക്കാം കേട്ടോ. ഷുവറായിട്ടും വരുന്ന ക്വസ്റ്റ്യനാണ് ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇത് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ 2 ഓപ്പറൻസ് ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. എയും ബിയും തന്നിട്ടുണ്ട്. എ മോഡുലസ് ബി ബൈ ബി കാണണം. അപ്പോൾ എയുടെയും ബിയുടെയും വിലകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ഉപയോഗിച്ച് എ മോഡുലസ് ബൈ ബി ആണ് കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതിലത്തെ ഓപ്പറൻ്റ് ഏതൊക്കെയാണ്? എയും ബിയും. ഓപ്പറേറ്റർ ഏതാണ്? ഈ മോഡുലസ് ഓപ്പറേറ്റർ. മനസ്സിലായല്ലോ. ഫസ്റ്റ് ഓപ്പറൻ്റ് ഏതാണ്? ഇത്. സെക്കൻഡ് ഓപ്പറൻ്റ് ബി. മനസ്സിലായല്ലോ. അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സിമ്പൽ ഏതാണോ അതിൻ്റേതായിരിക്കും ആൻസർ കിട്ടുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സിമ്പൽ അനുസരിച്ചാണ് നമുക്ക് ഫസ്റ്റ് ഓപ്പറൻറ്റിൻ്റെ സൈൻ ഏതാണ് അതായിരിക്കും അതിൻ്റെ ആൻസറിൻ്റെ സൈനും. അപ്പോൾ ഫസ്റ്റ് ഓപ്പറൻറ്റ് നെഗറ്റീവ് ആയാൽ ആൻസർ നെഗറ്റീവ്, ഫസ്റ്റ് ഓപ്പറൻറ്റ് പോസിറ്റീവ് ആയപ്പോൾ ആൻസറും പോസിറ്റീവ്. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഒന്നാമത്തത് 20 മോഡുലസ് ബൈ 5. അപ്പോൾ നമുക്ക് 0 അല്ലേ കിട്ടും, സിസ്റ്റം ഇല്ലല്ലോ. അപ്പോൾ അവിടെ 0. 5 മോഡുലസ് ബൈ 10. അപ്പോൾ നിങ്ങൾക്ക് ന്യൂമറേറ്റർ നമുക്ക് ചെറുതായിരുന്നു അല്ലേ, ആദ്യത്തത് ചെറുതല്ലേ വന്നത് ഇതിനേക്കാളും. അങ്ങനെയാണെങ്കിൽ ഈ ചെറുത് തന്നെയാണ് ആൻസർ. അപ്പോൾ 5. ഇവിടെ നോക്കൂ, 5 -5 ഡിവൈഡഡ് ബൈ 11. അപ്പോൾ ആദ്യത്തത് ചെറുതല്ലേ ന്യൂമറേറ്റർ, അപ്പോൾ അത് തന്നെയായിരിക്കും ആൻസർ. തെറ്റരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈൻ നോക്കണം, ആ സൈൻ തന്നെയാണ് വരേണ്ടത്, -5. ഇവിടെ നോക്കൂ, 5 മോഡുലസ് ബൈ
-11. അപ്പോൾ 5ഉം 11ഉം വെച്ച് നോക്കുമ്പോൾ 5 ചെറുതാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സൈൻ പോസിറ്റീവ് തന്നെ, അപ്പോൾ അത് തന്നെ വരും 5. -11 മോഡുലസ് ബൈ -5. അപ്പം 11 വലുതല്ലേ? വലുതായപ്പോഴത്തേക്കും നമുക്ക് വലുതിൻ്റെ സൈൻ ഏതാണ്? മൈനസ് തന്നെ. അപ്പം മൈനസ് ഇട്ടു, ആദ്യത്തെ സൈൻ മൈനസ്. അപ്പം 11/5 സിസ്റ്റം കാണും, അപ്പോൾ നമുക്ക് 1 എന്നല്ലേ കിട്ടും. അത് 32 മോഡുലസ് ബൈ 11 എന്താണ്? 10. ഏകദേശം മനസ്സിലായല്ലോ. അപ്പോൾ ഇത് പഠിക്കുക. അടുത്തത് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ്. വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോയിങ് C++ സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ ഇതുപോലെ എക്സും വൈയുടെയും വില തന്നിട്ട് ഇതുപോലെ ചോദിക്കാം. ആടെന്ന് പറയുമ്പോൾ നമുക്ക് കൂട്ടണം അല്ലേ? കൂട്ടുമ്പോഴത്തേക്കും നമുക്കിതുപോലെ 4 എന്ന് കിട്ടും. എക്സ് മോഡുലസ് ബൈ വൈയോ മോഡുലസ് ഓപ്പറേറ്റർ ഇട്ട് ചെയ്യണം, അത് സിസ്റ്റം കാണാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്കിവിടെ -1 എന്ന് കിട്ടും അല്ലേ? മൈനസ് അല്ലേ ആദ്യത്തെ സൈൻ, അപ്പോൾ അത് കിട്ടും. അപ്പോൾ 7/3 നമുക്കറിയാം സിസ്റ്റം 1 ആണ്, അത് കിട്ടും. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 സിമ്പിൾസ്? അത് ഞാൻ തന്നിട്ടുണ്ടല്ലോ, അത് തന്നെയാണ്. ദ മെമ്മറി സൈസ് ഓഫ് ഫ്ലോട്ട് ഡാറ്റ ടൈപ്പ് 4. മെമ്മറി റിക്വയർമെൻറ്റ് ഓഫ് വോയിഡ് ഡാറ്റ ടൈപ്പ് എത്രയാണ്? 0 ബൈറ്റ്സ്. വാട്ട് റൈറ്റ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻ C++ ഇൻറ്റ് ചാർ ഫ്ലോട്ട് ഡബിൾ വോയിഡ്. ഇനി വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ കണ്ടോ x=5ഉം A=5ഉം ഇൻ C++. അപ്പോൾ ഇങ്ങനെയും ചോദിക്കാം, ഒരു എക്സാമ്പിളിലൂടെ ഇങ്ങനെ തന്നതിനെ ചോദിക്കാം. അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ എഴുതുക. പക്ഷേ ഇവിടെ കണ്ടിട്ടോ ഞാൻ A=5ഉം x=5 എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആദ്യത്തെ 2 സെൻറ്റൻസും അതുപോലെ തന്നെ എഴുതി, ലാസ്റ്റ് വന്നിട്ട് ആ എക്സാമ്പിളിലൂടെ ചേർത്ത് എഴുതി. ഇവിടുത്തെ എക്സാമ്പിൾ ഇതല്ലേ? അപ്പോൾ ഇറ്റ് ടെസ്റ്റ് വെദർ A=5. ഇതാണെങ്കിലോ ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്ററാണ്. ഇറ്റ് അസൈൻസ് 5 to x. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റിയൊക്കെ തന്നാൽ ഇതുപോലെ എഴുതാനായിട്ട് പഠിക്കണം. ഇതൊക്കെ ഷുവർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൈറ്റ് ഷോർട്ട് നോട്ടാണ് കണ്ടോ? ഷോർട്ട് നോട്ട് എഴുതാനായിട്ട് അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേറ്റർ. അപ്പോൾ ഞാനൊരു ടേബിളിൽ തന്നിട്ടുണ്ടല്ലോ, അതിൽ ഇതേപോലെ എഴുതുക. കണ്ടോ? അരിത്തമെറ്റിക് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ആ ഭാഗമാണ് ഞാൻ ഇവിടെ എടുത്തെഴുതിയത്. ഇതുപോലെയൊക്കെ വരും കേട്ടോ. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ? കണ്ടോ നേരത്തെ ഉള്ളതുപോലെ വന്നിട്ടുണ്ട്, അപ്പോൾ അതുപോലെ എഴുതുക. അടുത്തത് ക്ലാസിഫൈ ദ ഫോളോയിങ് ഓപ്പറേറ്റേഴ്സ് ഇൻ ദി യൂണറി ബൈനറി. അപ്പോൾ ഇതിൽ യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്ററൊക്കെ അറിയണം. ടെർണറി ഓപ്പറേറ്റർ എല്ലാം പഠിച്ചിരിക്കണം. അത് കണ്ടോ, അത് അറിഞ്ഞിരുന്നാലേ നിങ്ങൾക്കിങ്ങനെ തിരിച്ചെഴുതാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അറ്റ് എ ഗ്ലാൻസ് എന്ന ഭാഗമാണ് പഠിച്ച കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഫണ്ടമെൻ്റൽ ഡാറ്റ ടൈപ്സ് ഇൻറ്റ് ചാർ ഫ്ലോട്ട് ഡബിൾ വോയിഡ്. അപ്പോൾ അതിൻ്റെ ഓരോ സൈസും അറിയണം. പിന്നെ ഓപ്പറേറ്റേഴ്സിനെ നമുക്ക് 2ആയിട്ട് തിരിക്കാം. നമ്പർ ഓഫ് ഓപ്പറൻസ് അനുസരിച്ച് നമുക്ക് യൂണറി, ബൈനറി, ടെർണറി ഓപ്പറേറ്റർ. ടെർണറി ഓർക്കുമ്പോൾ ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഓർക്കണം, പ്രധാനമാണ്. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ഓപ്പറേഷൻ നമുക്ക് അരിത്തറിയിലേക്ക് പോയതൊക്കെ ഓർക്കണം ലോകം കൊണ്ട്. അപ്പോൾ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ, റിലേഷണൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ഓപ്പറേറ്റർ, പിന്നെ അസൈൻമെൻറ്റ് എഴുതിയില്ല. അപ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റർ, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. അപ്പോൾ ഈ ഓപ്പറേറ്റേഴ്സിൻ്റെ പേര് പഠിക്കണം. ഇതിൽ ഏതൊക്കെയാണ് യൂണറി ഓപ്പറേറ്റർ, ബൈനറി ഓപ്പറേറ്റർ, ടെർണറി ഓപ്പറേറ്റർ ഒക്കെ പഠിച്ചു. ഇതെല്ലാം നിങ്ങൾ ഓർത്ത് വയ്ക്കണം. ടെർണറി ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചാൽ കണ്ടീഷണൽ ഓപ്പറേറ്റർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് ഈ നോട്ട് യൂണറി ഓപ്പറേറ്റർ എന്ന് ഓർത്തിരിക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് പഠിക്കാനായിട്ട്. ഇത്രയും പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതോടൊപ്പം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കുക. ഓക്കെ, ബൈ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. You can't go back and change the beginning, but you can start where you are and change the ending.